The next performance is going to take us on a whirlwind of drama, emotions, and boundless energy of our little sunshines. Without further ado, let us bring the stars of the next show. Please join us, welcoming the talented kids of the first and second graders onto the stage. കതിര് 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 കൊണ്ടുവായോ, കട്ടകെട്ടി കൊയ്തു കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കട്ടകെട്ടി കൊയ്തു കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കട്ടകെട്ടി കൊയ്തു കൂട്ടിവായോ. Wow, this place is so beautiful. I have never seen anything like it. What's this place called? Welcome to Kerala. This is my hometown and I am very happy to show you around. This scenery is breathtaking. We are so grateful for your hospitality. Can you tell me more about your Kerala and its culture? With pleasure. Before that, we are going to my home. They are all waiting for your arrival. Wow, let's go! കുട്ടിയോളെ, എല്ലാരും നാമം ജപിച്ചോ? നമുക്കിന്ന് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ട് ട്ടോ. ആരാ മുത്തശ്ശി അത്? അച്ഛന്റെ കമ്പനിയില് ജോലി ചെയ്യണ വിദേശികളാ. നിന്നോട് പറഞ്ഞില്ലേ അച്ഛൻ? ശരിയാ മുത്തശ്ശി, ഞാൻ മറന്നു. അവരെപ്പോഴാ വരാ? അവരിപ്പൊ ഇങ്ങെത്തും. വരൂ വരൂ, എല്ലാവരും കയറിയിരിക്കൂ. അയ്യേ മുത്തശ്ശി, ഇവർക്ക് മലയാളം അറിയില്ല. അതൊക്കെ നിന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തോളും. അമ്മയോട് തന്നെ അവർക്ക് ചോദിക്കാനുള്ളത് കേരളത്തെക്കുറിച്ചും നമ്മുടെ ആഘോഷങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കും അമ്മേ. അതിനിപ്പോ ഏതാഘോഷത്തെ കുറിച്ചാ ഞാനിപ്പോ ആദ്യം പറയാ? ഓണത്തെ കുറിച്ച് പറയൂ മുത്തശ്ശി. പണ്ടത്തെ ഓണക്കാലത്തെ കുറിച്ച് പറഞ്ഞാ? Onam, the harvest festival of Kerala, celebrates the spirit of unity and prosperity that commemorates the great King Mahabali, who sacrificed his throne for the well-being of his people. Here, every year, we celebrate the return of our beloved King who comes to see his people. Today, this festival that transcends the borders and culture, which represents a celebration of love and the pursuit of happiness.
മുത്തശ്ശി, പഴയ ഓണക്കാലത്ത് കുറച്ച് കേൾക്കാൻ. ഇനിയും എല്ലാ ആഘോഷങ്ങളെ കുറിച്ചും ഇവർക്ക് പറഞ്ഞു കൊടുക്കൂ മുത്തശ്ശി. ഞങ്ങളും കൂടി ഒന്ന് കേക്കട്ടെ. എന്നാ വിഷുവിനെ കുറിച്ചാവാംല്ലേ? നിനക്കൊരു രസം കേക്കണോ? ഒരു വിഷുക്കാലത്താ ഞാൻ നിന്റെ മുത്തശ്ശനെ ആദ്യമായി കണ്ടത്. അന്ന് തറവാട്ടമ്പലത്തില് തിരുമേനിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനായി ഞാനും മുത്തശ്ശനും തമ്മിൽ ഒരടി തന്നെ നടന്നിട്ടുണ്ട്. ആ, അതൊക്കെ ഒരു കാലം. അതും പറഞ്ഞിരിക്കാതെ അവർക്ക് വിഷുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്റെ നാരായണി. അതെ, വിഷു എന്ന് പറഞ്ഞാല് Vishu, a celebration of life, hope and new beginnings, which bring people together. It is the new year of vibrant colors, music and joy. Vishu, the harvest festival of Kerala, celebrates the arrival of spring and prosperity. We all know that it is the celebration of divine and the triumph of good over evil. Here, Lord Vishnu incarnated as Malsya, the fish to save the world from flood. So this festival is associated with good fortune, as Lord Vishnu's incarnation as Malsya brought salvation and new beginnings to the world. ഓണവും വിഷുവും കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും രസം എന്താണ് മുത്തശ്ശി? നമ്മുടെ ശക്തൻ തമ്പുരാന്റെ നാട്ടിലെ പൂരമുണ്ടല്ലോ, അതാണ് പൂരം. ഇനി അതിനെ കുറിച്ചാവാം. Thrissur Puram is the most iconic festival of Kerala. It's a spectacular celebration of ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരം കണ്ട പോലെ തന്നെയായി മുത്തശ്ശി. ഇതൊന്നും കൂടാതെ ഇനി നമ്മുടേതായിട്ട് എന്താ ഉള്ളത് മുത്തശ്ശി? ഇനിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. അതേതാ മുത്തശ്ശി? അത്
Navaratri, the 9-night celebration, is a kaleidoscope of colors, music, and dance, showcasing the rich cultural heritage of India. The ancient festival celebrates the sacred feminine, fertility, and harvest season, bringing communities together in joy and devotion. This vibrant festival honors the goddess Durga, Lakshmi, and Saraswati, embodying triumph of good over evil. It is this day the kids seek the blessings of goddess Saraswati and starts their learning process. ഇതും ഒരു ഉത്സവം തന്നെ. നവരാത്രിക്കാലം ചെറിയ കുട്ടികളെ എഴുത്തിനിരുത്തലും സംഗീതം പഠിപ്പിക്കലും നൃത്തം പഠിപ്പിക്കലും എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് ഓരോ വർഷവും വിജയദശമി നാളിലല്ലേ? അതെ അതെ, നമ്മുടെ കുഞ്ഞൂട്ടനെ എഴുത്തിനിരുത്തിയതുപോലെ അല്ലേ മുത്തശ്ശി? അത് തന്നെ കുട്ടിയോളെ. ഇതിനെയൊക്കെ വെല്ലാൻ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഇതാ കണ്ടോളൂ, കളിയാട്ടക്കാലം കണ്ടോളൂ. Theyyam, the ancient ritual dance of Kerala, is a window into the state's rich cultural heritage. The sacred art form performed to appease the goddess and ancestors is a testament to the region's deep-rooted tradition and customs dating back to the 10th century. കാവൽ നോക്കണ കാവിലെ ഭീകരഭൂതമതേ, കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ, കാളി കരാളികളാടണ കാനന കാഹളമേ, കാറും പേറണു നോവണ കാനനനാദമിതേ, കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ, കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ, കരിയമ്പിനും അമ്പരമമ്പിളി വേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുമ്പും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാൻ ആടിത്താടി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുന്നോ. As a curtain close on this vibrant celebration of Kerala's cultural heritage, we bid you adieu with the echoes of our rich traditions. May the rhythms of Chanda, the elegance of Theyyam, and the beauty of our culture remain etched in your hearts. Thank you, and let the spirit of Kerala's culture stay with you forever. Here, Vedavyasa team, first and second signing off.